ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. നമുക്കിന്നൊരു പഴം പാലട പായസം തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ പായസത്തിന് ഞാനെടുത്ത ഇൻഗ്രീഡിയൻസ് ഇവയാണ്. ഞാനിവിടെ ഒരു 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് 1.5 തുടങ്ങി 2 ലിറ്റർ വരെ നമുക്ക് പാലെടുക്കാം. പിന്നെ ഒരു 100 ഗ്രാം അട എടുത്തു വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വലിയ അടയായിരുന്നു, ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറക്കോ കൂട്ടുകയൊക്കെ ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്കും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് മധുരം ബാലൻസ് ചെയ്യുക. പിന്നെ നമ്മളൊരു പഴത്തിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. ഇത് ചേർക്കണം നിർബന്ധമില്ല, ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിലും ഇതൊരു ടേസ്റ്റ് ആയിട്ടുള്ള പായസമാണ്. പിന്നെ നമുക്ക് ഒരു 4 ഏലക്ക ചതച്ചെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് റൈസിൻസും കുറച്ച് കശുവണ്ടിയും എടുക്കണം. പിന്നെ അതുപോലെ നമുക്ക് ഇതെല്ലാം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നെയ്യും എടുക്കാം. അപ്പോൾ ഇത്ര മാത്രം ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ ഇന്നത്തെ ഈ പഴം പാലട പായസം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് റൈസിൻസും കാഷ്യൂസും ഇട്ട് വറുത്തെടുക്കാം. വറുത്ത കാഷ്യൂസും റൈസിൻസും നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ പകുതി കട്ട് ചെയ്ത് വെച്ച പഴത്തിൽ നിന്ന് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ നെയ്യിൽ മൂത്ത പഴം നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിൽ നമുക്ക് ഒരു 1/2 ലിറ്റർ പാല് മാറ്റി വെച്ച് ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് സിമ്മിലിട്ട് തിളപ്പിച്ചെടുക്കാം. പാൽ അവിടെ ചൂടാവുന്ന സമയത്ത് നമുക്ക് വേറൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. നെയ്യ് ഉരുകി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ നെയ്യിലിട്ട് ഈ അട നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യിൽ കിടന്ന് നന്നായി മൊരിഞ്ഞ അടയിലേക്ക് നമുക്കിനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പാല് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാലിൽ കിടന്ന് ഈ അട നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. പാലിൽ കിടന്ന് വെന്ത് കുറുകിയ അട നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് പാലിൽ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ വാട്ടി വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവശ്യമായിട്ടുള്ള അളവിൽ പഞ്ചസാരയാണ്. നമ്മളിതിനകത്ത് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ മധുരം കൂടി നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ വേണ്ടി. നിങ്ങൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നില്ല എങ്കിൽ
പഞ്ചസാര കുറച്ച് കൂട്ടി ചേർത്ത് കൊടുക്കുക. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ തയ്യാറാക്കിയെടുത്ത കണ്ടൻസ് മിൽക്കാണ്. നമ്മുടെ അടയും പഴമൊക്കെ ഈ പാല് നന്നായി ചേർന്ന് പായസം നല്ല തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന റൈസിൻസും കാഷ്യൂസും ഇട്ട് കൊടുക്കാം. ഇനിയൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം, പഴം പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സിമ്പിളായി തയ്യാറാക്കിയ നമ്മുടെ പഴം പാലട പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.